സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള തെരുവ് നായ നിയന്ത്രണത്തിന് നടപടികളുമായി ചേർത്തല നഗരസഭ ഇത് സംബന്ധിച്ച ആലോചനാ യോഗം ചേർന്നു. അപകടകാരികളായ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് യോഗം നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള തെരുവ് നായ നിയന്ത്രണം പ്രായോഗികമാക്കുന്നത് സംബന്ധിച്ച് ചേർത്തല നഗരസഭയിൽ ആലോചനാ യോഗം ചേർന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ നിയന്ത്രണം യാഥാർത്ഥ്യമാക്കുവാൻ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിക്കാൻ യോഗം നഗരസഭാ കൗൺസിലിനോട് ശുപാർശ ചെയ്തു. അപകടകാരികളും അക്രമാസക്തരുമായ തെരുവ് നായകൾ ഒഴിച്ച് മറ്റ് തെരുവ് നായകളെ കൊല്ലുന്നതിന് ഇപ്പോഴും അനുമതി ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നായകളുടെ പ്രജനന നിയന്ത്രണം ഫലപ്രദമാക്കുകയാണ് സാധ്യമായ മാർഗം എന്ന് യോഗം വിലയിരുത്തി. പുതുതായി തെരുവ് നായ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം കർശനമായി ഒഴിവാക്കണം. വളർത്തുനായ്ക്കൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതും പ്രായമായതും രോഗബാധിതരുമായ നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതുമാണ് തെരുവ് നായകൾ പെരുകാൻ കാരണമെന്നും യോഗം വിലയിരുത്തി. നായ്ക്കളുടെ ലൈസൻസ് വ്യവസ്ഥകൾ കർശനമാക്കണം. വളർത്തുനായ്ക്കൾക്ക് നിർബന്ധമായും വന്ധ്യകരണം ഏർപ്പെടുത്തണം. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിന്നും നായ്ക്കളെ ഒഴിവാക്കുന്നതിന് അവിടങ്ങളിൽ നിന്നുള്ള നായ്ക്കൾക്ക് ഭക്ഷണ ലഭ്യത ഇല്ലാതാക്കണം. അതേസമയം ആ നായ്ക്കൾക്ക് പ്രത്യേക സ്ഥലങ്ങളിൽ കൃത്യമായി ഭക്ഷണം നൽകുന്നതിന് സംവിധാനമൊരുക്കാൻ അവയെ അങ്ങോട്ടേക്ക് മാറ്റാനും കഴിയും. ഇത്തരത്തിലുള്ള ക്രമീകരണം നടത്തുന്നതിന് മൃഗസ്നേഹികളുടെ സഹായത്തോടെ ഏർപ്പാടുകൾ ഉണ്ടാക്കണമെന്ന് യോഗം ശുപാർശ ചെയ്തു. മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് വിശദീകരണം നടത്തി. ആദ്യം 2025 ഓഗസ്റ്റാണെന്നാണ് ആദ്യത്തെ രീതിയിൽ ഡൽഹിയിലെ മുഴുവൻ നായ്ക്കളെയും പിടിച്ച് മാറ്റണം, ഒരെണ്ണത്തിൽ പോലും പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ ഭീഷണിയുടെ ചുറ്റുകളൊക്കെ ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ബർത്ത് കൺട്രോൾ കോഴ്സ് എടുത്ത് സുപ്രീം കോടതി തന്നെ വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറ്റാൻ കഴിയുന്ന സുപ്രീം കോടതിക്ക് മനസ്സിലായി. ഇപ്പോൾ സ്റ്റാൻഡൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കൊല്ലാനൊന്നും പറ്റില്ല. കൊല്ലണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെ ഞാൻ ഡോക്ടറെ ആദ്യം വിളിച്ചത്. ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ നമ്മൾ പൊതുജനം വിചാരിക്കുന്നത് പോലെ നായ്ക്കൾക്കെല്ലാം കഴിയില്ല. ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് PV വിനോദ്, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ MK ബിനു എന്നിവർ വിഷയം അവതരിപ്പിച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബീന അജി, S സനീഷ്, ടോമി എബ്രഹാം, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് CD ശങ്കർ, VK സാനു, ടെസി ബോണി, D ഷാജി, PS ജാസ്മി, BA സുരേഷ് കുമാർ, ആശ മുകേഷ്, D ജ്യോതിഷ്, KS സലിം, സന്തോഷ്, അഖിൽ, ശ്രീകുമാരി, മുൻ കൗൺസിലർ അനൂപ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു.